ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അമ്മൂസ് സിമ്പിൾ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉലുവച്ചീര ആയിട്ടാണ്. ഇതാണ് നമ്മുടെ ഉലുവച്ചീര. നമുക്ക് ഇത് കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരനുണ്ടാക്കാം. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യണേ. ഞാൻ ആ ചീരയില ഇങ്ങനെ പൊടിയായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഡയബറ്റിക് പേഷ്യൻറ്റിനും ഒക്കെ എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ചെറിയൊരു കയ്പ്പുണ്ട്. ആ കയ്പ്പ് ഉണ്ടാകാത്ത രീതിയിൽ നമുക്കിത് ഉലത്തിയെടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചീരയിലകൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണം. ചീര കറി ഒരു ദിവസമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസം ഓരോരോ ചീരകൾ മാറി മാറി ഞങ്ങൾ കഴിക്കാറുണ്ട്, മക്കൾക്കും കൊടുക്കാറുണ്ട്. ചിലർ പറയും മക്കൾ കഴിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനൊക്കെ. അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ മക്കളെ എന്ത് തിന്നണം, എന്ത് കഴിക്കണ്ട. ചില ആൾക്കാർക്കൊരു തോന്നലുണ്ട്, എൻ്റെ മക്കൾക്ക് ഇറച്ചി മീൻ മാത്രം കൊടുത്തെങ്കിലേ അവർ വളരുള്ളൂ, അല്ലെങ്കിൽ അതാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ മക്കൾ വലിയ എന്തോ സംഭവമാണ് എന്ന രീതിയിൽ വളർത്തണം. അവർക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പം അത് കാരണന്മാർ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യണം. മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സാധനങ്ങളാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് അവരെ കഴിക്കാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കഴിപ്പിക്കണം. അതിൻ്റെ കൂടെ ഇറച്ചി മീനൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ ഇതുപോലുള്ള ഇലക്കറികൾ ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 തരി ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. പൊടിച്ചത് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് 2 തരി ജീരകം ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ചുമന്ന മുളക്, മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കുന്നില്ല. ഒരു ചുമന്ന മുളക് പൊട്ടിച്ചിട്ടു. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അതിനകത്തേക്ക് ഇലയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ്, ഇലകൾക്ക് ഉപ്പ് കുറച്ച് മതി. ഒരു നുള്ളു നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീടിടാം. അപ്പോൾ ഞാൻ ഇത് ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് തേങ്ങ അധികം ഇട്ട് കൊടുക്കാം, കാരണം ഒരു ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അത് മക്കൾക്ക് കൊടുക്കുമ്പം അവർക്കതത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ നമ്മളൊരു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. ഇത് വെന്ത് വന്നു കഴിയുമ്പോൾ ഒട്ടും ഇല്ല കേട്ടോ. ചില അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കൾ ചീരയില കഴിക്കൂല, ആ കറി കഴിക്കൂല, ഇത് കഴിക്കൂല എന്നൊക്കെ. നമ്മളുടെ കൈയുടെ രുചിയാണ് നമ്മുടെ മക്കൾ കഴിക്കുന്നത്. കാരണം അവർ ചെറുപ്പത്തിൽ ഇതൊന്നും വാരി കഴിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളാണ് അവർക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്ന സാധനമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? ഞങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാ സാധനങ്ങളും ചെറുപ്പം മുതലേ കൊടുത്ത് പഠിപ്പിക്കണം. കുറച്ച് സമയം എടുക്കും ചിലപ്പം അവർ കഴിച്ചു വരാനും ഒക്കെ, പക്ഷെ കൊടുത്ത് പഠിപ്പിക്കുക. ഇതൊന്ന് മൂടി വെക്കാൻ നമുക്ക്. ചെറിയ തീ മതി കേട്ടോ. ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നമുക്ക്
അതിൻ്റെ തണ്ടിനൊക്കെ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അത് ഒന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, കയ്പ്പ് വരാതിരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വെള്ളം വറ്റി പോകരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ തുറന്നിട്ട് ഒന്ന് നോക്കണം, ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഉപ്പ് ഒരു കാരണവശാലും കൂടിപ്പോകരുത്. കുറഞ്ഞു നിന്നാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. പക്ഷെ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കത് കുറച്ചെടുക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ വേണം, അത് ഞാൻ പിന്നീട് ചേർക്കാം. ഇതിനകത്തേക്ക് നമ്മൾ മുട്ട, 2 മുട്ടയുണ്ട്. ഈ 2 മുട്ട ഇതിനകത്തേക്ക് കൊത്തി ഒഴിക്കുക. ഈ മുട്ടയിലേക്ക് നമ്മൾ ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് ഇതിന്. ഈ മുട്ടയിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് ഇളക്കി പൊരിക്കുക. തീ ഒന്ന് കൂട്ടിയിടാം. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ട് ഇപ്പോൾ ആ ഉണക്കമുളക് ഇട്ടതിൻ്റെ എരിവും പിന്നെ ഒരു കുരുമുളക് പൊടി ഒരു ശകലം ഇട്ടതിൻ്റെ ആ ഒരു എരിവും മതി. മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർക്കാതിരിക്കുക നല്ലത്. ഇനി ഇതിനകത്ത് കിടന്ന് ആ മുട്ടയൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. കുറച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഉപ്പ് മുട്ടയ്ക്ക് ഇട്ട ഉപ്പും മറ്റു നമ്മൾ ആദ്യം ജീരക്ക് ഇട്ട ഉപ്പും കൂടെ മതി. അതിനകത്ത് അത്ര ഉപ്പ് മതി. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് കയ്പൊന്നും ഇല്ല. ഒരു നേരിയൊരു ഇത് ടേസ്റ്റേ അറിയുള്ളൂ. അത് ചോറിലൊക്കെ ഇട്ട് നമ്മൾ ഇച്ചിരി മോരുകറിയൊക്കെ കുഴച്ച് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ല, അല്ലെങ്കിലും അറിയില്ല കേട്ടോ. ഈ മുട്ടയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു കയ്പ്പ് രസം അങ്ങ് പോകും. ഇനി നല്ല ഷുഗർ പേഷ്യൻറ്റിനാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും ചേർക്കണ്ട. കുറച്ച് ഇല മാത്രം തോരനുണ്ടാക്കി കഴിച്ചാൽ മതി. ഷുഗർ നന്നായിട്ട് കുറയും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചു നോക്കണം എല്ലാവരും. ഇത് എൻ്റെ കറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. എല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല സാധനമാണ്. നല്ല ഒരു ഉലുവയുടെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉലുവച്ചീര. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.